ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു കുക്കിംഗ് വ്ലോഗാണ്. അപ്പോൾ ഇന്ന് ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. അപ്പം അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. എല്ലാവർക്കും വയ്ക്കാൻ അറിയാവുന്ന ഒരു സിമ്പിൾ ആൻഡ് ഹമ്പിൾ ബിരിയാണിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ പ്രൊസീജിയേഴ്സ് എന്ന് നോക്കാം. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ദെൻ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഓണിയൻസ് ഫ്രൈ ചെയ്തെടുക്കണം. എല്ലാവർക്കും അറിയായിരിക്കും നമ്മൾ ബിരിയാണിയിൽ ഗാർണിഷിനും അല്ലാതെ അതിൻ്റെ മസാലയിലൊക്കെ ചേർക്കാനാണ്. നല്ല തിന്നായിട്ട് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇപ്പം നമ്മുടെ സവാള ഇങ്ങനെ വറുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ക്രിസ്പി ആയിട്ടൊരു ഗോൾഡൻ കളറിൽ ഇടണം. ഒരുപാട് കരിയാൻ പാടില്ല. അപ്പോൾ എപ്പോഴും ഫ്രൈ ചെയ്യുമ്പോൾ ഓയിലും ഗീയും കൂടെ ഒഴിക്കുക കേട്ടോ. നല്ലൊരു ഗോൾഡൻ കളർ കിട്ടാൻ വേണ്ടി നമുക്ക് കുറച്ചൊന്ന് ഷുഗർ ജസ്റ്റ് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ല നമുക്ക് ക്രിസ്പും ആവും, നല്ലൊരു ഗോൾഡൻ കളർ കിട്ടും. അതും ഒരു ടിപ്പാണ്, മിക്കവർക്കും അറിയാവുന്നൊരു ടിപ്പാണ്. ഓക്കെ, നന്നായിട്ട് നമുക്ക് നല്ല ക്രിസ്പ് ആൻഡ് ഗോൾഡൻ കളറായിട്ട് നമുക്ക് ഈ നൈസ് തിൻലി സ്ലൈസ്ഡാണ് നമുക്കൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഓണിയൻസൊക്കെ നല്ല ക്രിസ്പ് ആൻഡ് ഗോൾഡൻ ആയിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ബിരിയാണി ചെമ്പ് അല്ലെങ്കിൽ നല്ല ചുവട് കട്ടിയുള്ളൊരു പാത്രം വേണം. അത് നമ്മൾ അടുപ്പത്ത് കേട്ടിട്ടുണ്ട്, അതൊന്ന് ചൂടാവട്ടെ. അപ്പോൾ നമുക്ക് ബാക്കി മസാല പ്രോസസ്സ് നോക്കാം. ഇങ്ങനെ ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ബിസ്ത ഉണ്ടാക്കാൻ ഉപയോഗിച്ച ആ നെയ്യുടെയും ഓയിലിൻ്റെ ഒരു മിക്സ്ചർ ഉണ്ടല്ലോ, അത് തന്നെയാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് ചൂടാവട്ടെ എന്ന് നമുക്ക് നമ്മുടെ ഓയിൽ ഒഴിക്കാം. നന്നായിട്ട് വഴറ്റണം. അപ്പോൾ നമ്മൾ 1 കിലോ റൈസാണ് എടുത്തേക്കുന്നത്. അപ്പോൾ 1 കിലോ റൈസിന് നമ്മൾ 1 കിലോ ചിക്കനാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അതിനുള്ള മസാലയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ചിക്കൻ 1 കിലോ ചിക്കനാണ് എടുത്തേക്കുന്നത്. അവിടെ സവാള വഴറ്റുന്നുണ്ട്. അപ്പം ഇനി അതിനകത്ത് ചിക്കൻ ഡയറക്റ്റ് ആഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ചിക്കൻ ജസ്റ്റ് ഒന്ന് ഫ്രൈ ആവും. അപ്പം ആ മസാല കഴിക്കാനൊരു ടേസ്റ്റ് കാണും. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, 1 കിലോയ്ക്ക് മണ്ടയിലുണ്ട് നല്ല വീറ്റ് കേട്ടോ. ഇതൊക്കെ ക്ലീനായിട്ട് കഴുകി വെച്ചിട്ടാണ്. ഓക്കെ, അപ്പം നമുക്ക് ഈ ചിക്കൻ അതിൻ്റെ അകത്തിടാം. നന്നായിട്ട് സോട്ട് ചെയ്യണം. അപ്പോൾ ചിക്കൻ ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയിട്ടും വരും. ഈ മസാലയ്ക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം. ഇത് നന്നായിട്ട് സോട്ട് ചെയ്യണം. ഇനി അടുത്ത് ഈ ജിഞ്ചർ, ഗാർലിക്, പച്ചമുളക്, ഈ 3 എണ്ണത്തിന് പേസ്റ്റാണ്. പിന്നെ അടുത്ത് നമ്മൾ ഇതാണ് ആഡ് ചെയ്യുന്നത്. അതൊക്കെ ഓരോരുത്തരുടെ അളവാണ്. ഇതിന് ഇതൊക്കെ ഓരോരുത്തരുടെ പ്രിഫറൻസ് ആണ്. ഓക്കെ, ഒരു മിനിമം ക്വാണ്ടിറ്റി എടുക്കുക. അതനുസരിച്ച് കൂടുതൽ വേണോ, എരിവ് കൂടുതലുള്ളവർ കൂടുതൽ പച്ചമുളക് ആഡ് ചെയ്യുക. അപ്പോൾ ഇത് ഇട്ടിട്ട് നന്നായിട്ട് നമ്മൾ ചെയ്യണം. അപ്പോൾ അടുത്തതായിട്ട് 1 പിടി പുതിനയില എടുക്കുന്നുണ്ട്. 1 പിടി പുതിനയിലയാണ് ഇതിനകത്ത് ആഡ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതേപോലെ തന്നെ 1 പിടി മല്ലിയില. 1 പിടിക്ക് കുറച്ച് കുറവ് മല്ലിയില. എപ്പോഴും പുതിനയില കുറച്ച് കൂടുതലിടാൻ നോക്കുക. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ടേസ്റ്റ് എൻഹാൻസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അടുത്ത് നമ്മൾ പൊടികളിടണം. അപ്പോൾ ആദ്യം തന്നെ ടർമറിക് പൗഡറാണ് ഇടുന്നത്. മഞ്ഞപ്പൊടിയാണ് എടുത്തത്. നിങ്ങളുടെ ഒരു നുള്ളു മഞ്ഞപ്പൊടി ഇടുന്ന ഒരു ശർക്കര, ഒരു 1/4 ടീസ്പൂൺ, അതിലും കുറവായിരുന്നു. ഓക്കെ, നിങ്ങൾക്ക് നല്ലൊരു യെല്ലോയിഷ് കളർ വേണമെങ്കിൽ നിങ്ങൾക്ക് മഞ്ഞപ്പൊടി കൂടുതലിടാം. പൊടിയാണ് ഇടുന്നത്. ഇതും കുറച്ച് കണ്ടോ. 1 കിലോ ചിക്കൻ്റെ മസാലയാണ് ഉണ്ടാക്കുന്നത്. അതനുസരിച്ചാണ് ഞാൻ ഇടുന്നത്. ഇനി അടുത്തത് കാശ്മീരി ചില്ലി, അതും കുറച്ച്
അടുത്തത് പെരുംജീരകത്തിൻ്റെ പൊടിയാണ്. ഇതും ഒരു കുറച്ചിടുക. ഇതൊരു നല്ലൊരു ഫ്ലേവർ കിട്ടും. ഓക്കെ, പെരുംജീരകം വറുത്ത് പൊടിച്ചതാണ്. ഇനി അടുത്തത് ഗരം മസാലയാണ്. ഏതെങ്കിലും ബ്രാൻഡിൻ്റെ, ഞാൻ ഇപ്പോൾ ആച്ചിയുടെ ഒരു ഗരം മസാലയാണ് എടുത്തേക്കുന്നത്. അതിടുക. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനാണ് കേട്ടോ. മിനിമം ഒരു ചെറിയ സ്പൂൺ ഇടാൻ നോക്കുക. ഓക്കെ, അപ്പോൾ ഈ പൊടിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പൊടിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ ബിസ്ത വറുത്ത് വെച്ചിട്ട് സവാളയും ബിസ്തയും പിന്നെ നമ്മൾ 2 ടൊമാറ്റോ ഇട്ടിട്ടുണ്ട്, അതും ഇട്ടിട്ടുണ്ട്. ഇനി ഇതും ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ബിസ്തയും ടൊമാറ്റോ ഒക്കെ ചിക്കനിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് മിക്സ്. ബിരിയാണി ചെമ്പ് ക്ലോസ് ചെയ്തു. അപ്പോൾ ചിക്കൻ ഒന്ന് വേവട്ടെ. അപ്പോൾ നമുക്ക് ഇനി അരിയുടെ പരിപാടി നോക്കാം. ഇതാ അടച്ചു വെച്ചു, ചിക്കൻ വെന്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി റൈസിൻ്റെ പ്രിപ്പറേഷൻസ് ആണ്. എന്താണ് ഹോൾ സ്പൈസസ് എല്ലാം ഇടുന്ന. ഹോൾ സ്പൈസസ് ഒക്കെ എല്ലാവർക്കും അല്ലേ, ഗ്രാമ്പൂ, പട്ട, ഏലക്ക, ജാതിപത്രി ഒക്കെ എല്ലാം ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇടുന്ന വെള്ളത്തിനകത്ത്. ഓക്കെ, അപ്പോൾ പിന്നെ നമ്മൾ ഒരു ലെമണിൻ്റെ പകുതി എടുക്കുന്നുണ്ട്. അതും കൂടെ ഒന്ന് പിഴിഞ്ഞ് ഒഴിക്കണം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ഹോൾ സ്പൈസ് ഇട്ടു, നാരങ്ങ ഇട്ടു, ആവശ്യത്തിന് ഉപ്പ്. ബിരിയാണിയിലായാലും മസാലയിലായാലും ആവശ്യത്തിന് ഉപ്പിടുക. ഇതിൻ്റെ അകത്ത് ആവശ്യത്തിന് ഉപ്പ് ഇട്ടു. പിന്നെ നമ്മുടെ പുതിനയില മല്ലിയില ഇട്ടു. അത് നന്നായിട്ട് തിളയ്ക്കണം. തിളച്ചിട്ട് നമ്മുടെ റൈസിനെ, ഇവിടെ കൈമ റൈസാണ് യൂസ് ചെയ്തേക്കുന്നത്. ചിക്കൻ എന്തായാലും നോക്കാം. അപ്പോൾ ചിക്കൻ ഇപ്പോൾ നന്നായിട്ട് ഒരു 3/4 വേവായിട്ടുണ്ട്. ഇനി നമുക്ക് ദം ഇടുന്നുണ്ട്, അപ്പോൾ ബാക്കി വേവാവും. ഓക്കെ, എല്ലാം വരുന്നുണ്ട് കേട്ടോ. ഇനി ഇതിനകത്ത് നമ്മൾ തൈര് ചേർത്തിട്ടില്ല. അപ്പം നമ്മൾ അധികം പുളിപ്പില്ലാത്ത തൈരാണ് എടുക്കുന്നത്. ഈ പാക്കറ്റ് കേർഡില്ലേ, മിൽമയുടെ കേർഡാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അത് ചേർക്കുന്നുണ്ട്. ഓക്കെ, ഇനി തുറന്ന് വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. കുറച്ച് നാരങ്ങ നീര്, ഒരു ശകലം, 2-3 ഡ്രോപ്സ് മതി. കണ്ടോ? ഓക്കെ, മിക്സ് ചെയ്യാം. മസാല ഇവിടെ സെറ്റാണ്. അപ്പോൾ നമുക്കിനകത്ത് ദമ്മിൻ്റെ പ്രൊസീജിയർ സെറ്റായിട്ടുണ്ട്. ഇനി അടുത്ത് ദമ്മിൻ്റെ പ്രൊസീജിയറാണ്. അപ്പം നോക്കാം. അങ്ങനെ ബിരിയാണി ദമ്മിട്ടു. ഇനി നമുക്ക് ക്ലോസ് ചെയ്ത് വെയിറ്റ് വെച്ചിട്ട് 1 മണിക്കൂർ കഴിഞ്ഞ് തുറന്ന് നോക്കാം. ഓക്കെ, ഒരു 15 മിനിറ്റ്സ് ഒരു സിമ്മിൽ വെക്കണം. എന്നിട്ട് പിന്നെ ഓഫ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്കിനി അത് ക്ലോസ് ചെയ്യാം. ഓക്കെ, ഡൺ. ഓക്കെ, അപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് കാണാം. അപ്പം ബിരിയാണി ദം പൊട്ടിക്കാൻ പോവുകയാണ്. നോക്കൂ, അടിപൊളി, നല്ല ഫ്ലേവറുള്ള റൈസ്. എന്നും ഒരുപാട് നെയ്യോ അങ്ങനെയൊന്നുമില്ല. നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്.